ഹലോ ഡിയസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. +2 സേ എക്സാം ഫെയിലായി, ഇനിയിപ്പം ഇംപ്രൂവ്മെന്റ് എക്സാം ഒക്ടോബറിൽ വരികയാണെങ്കിൽ അത് ഞങ്ങൾക്കും എഴുതാൻ സാധിക്കുമോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടപ്പം +2 സേ എക്സാം അതിനകത്ത് ഫെയിൽ ആയവരാണെങ്കിൽ നിങ്ങൾക്ക് ഇനി +1 ഇംപ്രൂവ്മെന്റ് വരുമ്പോൾ എഴുതാൻ സാധിക്കും. അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് കാര്യങ്ങൾ, ഒപ്പം തന്നെ അതിനകത്ത് റീവാലുവേഷന്റെ റിസൾട്ട് എന്നായിരിക്കും വരിക എന്നും പലരും ചോദിച്ചു. സോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ഒക്കെയാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. മാത്രമല്ല അതിനകത്ത് പലരും ഇന്ന് രാവിലെയും എനിക്ക് അതിനകത്ത് കോൾ വന്നു, പലരും എന്നോട് ചോദിച്ചു അതിനകത്ത് എന്താണ് സാറേ വീഡിയോസ് ചെയ്യാത്ത, ഇപ്പം ഞങ്ങൾ ആകെ കൺഫ്യൂഷനിലാണ്, എന്താണ് ഇനി അതിനകത്ത് ഒക്ടോബറിൽ വരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. സോ അതിനകത്ത് വീഡിയോസ് അതിനകത്ത് ഡിലേ ആയത് നമ്മുടെ ഇതിനകത്ത് +2 സേ എക്സാം ഫെയിൽ ആയ ഒരുപാട് സ്റ്റുഡൻസ് അതിനകത്ത് +1 മാർക്ക് കുറവുള്ളവർ +1 ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് നമ്മുടെ ബാച്ചിൽ ജോയിൻ ആകാൻ അതിന്റെ തിരക്ക് കാര്യങ്ങളായിരുന്നു. അപ്പൊ ബാച്ചുമായി ബന്ധപ്പെട്ട തിരക്ക് കൊണ്ടാണ് വീഡിയോസ് ചെയ്യാൻ സാധിക്കാതിരുന്നത്. അപ്പം അതിനകത്ത് ഓൾറെഡി നമ്മുടെ ക്ലാസ്സുകൾ ജസ്റ്റ് അതിനകത്ത് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സുകൾ അതിനകത്ത് സ്റ്റാർട്ട് ആയി എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ആവുകയാണെങ്കിൽ ക്ലാസ്സുകളൊന്നും മിസ്സാവില്ല, ഇപ്പോഴും ജോയിൻ ആകാം ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓൺലൈനിൽ ഒരുപാട് ക്ലാസ്സുകൾ ഉണ്ടാവും. നിങ്ങൾ എവിടെ ജോയിൻ ആകുമ്പോഴും അവിടുത്തെ ക്ലാസ് നിങ്ങൾക്ക് എന്തായിരിക്കണം, യൂസ്ഫുൾ ആയിരിക്കണം. കാരണം നിങ്ങൾ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലെവലിൽ നിന്ന് ക്ലാസ് എടുക്കുന്ന ക്ലാസ് ആണോ എന്ന് നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാവുന്ന ക്ലാസ് ആണോ എന്ന് നോക്കുക. മാത്രമല്ല അവിടുത്തെ റിസൾട്ട് കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പം നമ്മുടെ ഡെമോ ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. 77 36 70 70 45 എന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡെമോ ക്ലാസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. എന്നിട്ട് ക്ലാസ് എവിടെ പോകുമ്പോഴും ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്യുക, അവിടുത്തെ റിസൾട്ടുകൾ നോക്കുക. നിങ്ങൾക്ക് തന്നെ ഒരു തോന്നലുണ്ടാവുമല്ലോ, ഇവിടെ പോയി കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടും, അങ്ങനെ ഉള്ളിടത്ത് നിങ്ങൾ ജോയിൻ ആവുക. അപ്പോൾ ഡെമോ ക്ലാസ്സുകൾ, നമ്മുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ വാട്സാപ്പിൽ ഒരുപാട് പേര് എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് ഇനി ഏതൊക്കെയാണ് എഴുതേണ്ടത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. നിങ്ങളുടെ മാർക്ക് ഇങ്ങനെയാണ്, അപ്പോൾ നിങ്ങൾക്ക് ഇനി +1 ഫോക്കസ് ചെയ്യണോ, +2 ഫോക്കസ് ചെയ്യണോ എന്നൊക്കെ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. സോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, തിരക്കുകളൊക്കെ ആയിരുന്നു. ഇനി ഒരു കാര്യം കൂടി, നമ്മുടെ വീഡിയോസ് പുതുതായി കാണുന്നവർക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്നും പേടിക്കേണ്ടാന്നേ. നിങ്ങളിപ്പം +2 സേയിൽ നിങ്ങൾക്ക് മാർക്ക് കുറവാണ്, നിങ്ങൾ ഫെയിലായി എന്ന് വെച്ചൊന്നും നിങ്ങൾ നിരാശപ്പെടേണ്ടാന്നേ. നിങ്ങളെ പോലെ അഡ്ഡപടലം ഫെയിലായവർ നമ്മുടെ ബാച്ചിൽ മികച്ച റിസൾട്ടുകൾ ഉണ്ടായിട്ടുണ്ടേ. ഇത് 2024 ഫെയിലായി വന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്. അവർ ആ സമയത്ത് +2 എഴുതി ഫെയിലായി, പിന്നെ സേ എഴുതി ഫെയിലായി, പിന്നീട് 2025 അവർ യൂട്യൂബൊക്കെ കണ്ട് പഠിക്കാൻ നോക്കി, പക്ഷേ ഫെയിലായി. 2026 നമ്മുടെ ബാച്ചിൽ ജോയിൻ ആവുന്നത്. അങ്ങനെ അവർ +1 സേക്ക് വേണ്ടിയിട്ടാണ് +2 സേക്ക് വേണ്ടിയിട്ട് +2 നമ്മുടെ സേക്ക് വേണ്ടിയിട്ടാണ് അവർ +2 നമ്മുടെ ബാച്ചിൽ പഠിച്ചത്. എന്നിട്ട് നോക്കൂ നിങ്ങൾ, ആ ഒരു കുറഞ്ഞ സമയം, സേ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സമയമല്ല, ഒരു മാസത്തെ സമയം കൊണ്ട് തന്നെ അവർ 2, 3, 4 തവണയൊക്കെ 2026 എന്ന് പറയുമ്പോൾ 24 പിന്നെ 25 26 പിന്നെ ഇവിടെ എഴുതുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് പോലും അവർ ആ ഒരു കുറഞ്ഞ സമയം കൊണ്ട് തന്നെ +2 26 അതും ഫിസിക്സ്, ബയോളജിയിൽ 28 അവർ നേടിയെടുത്തു എന്ന്. അപ്പം അവരെയൊക്കെ നമുക്ക് അതിനകത്ത് അവർ സന്തോഷം അതിനകത്ത് പറഞ്ഞ സമയത്ത് നമുക്ക് ഒരാളുടെ ജീവിതത്തിൽ, ഒരു സ്റ്റുഡൻറ്റിൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു കേസും, ഇവർ +1 മാത്സ് ഭയങ്കര പാടായിരുന്നു, 13 മാർക്ക്. അങ്ങനെ +2 റിസൾട്ട് വന്നപ്പം ഇവർക്ക് എന്താണ് 14 മാർക്കായിരുന്നു അതിനകത്ത് മാത്സിൽ. അവരുടെ TE മാർക്ക്, ഞാൻ മാർക്ക് ലിസ്റ്റ് അടക്കം ഇതെല്ലാം വിത്ത് പ്രൂഫാണ്. അവരുടെ പേര് പിന്നെ ഞാൻ കാണിക്കേണ്ട, കാരണം അത് അവരുടെ പേര് വേണ്ടെന്ന് വെച്ചിട്ട് പേര് നമ്മൾ കാണിക്കാത്തതാണ്. അപ്പോൾ 14 മാർക്ക്, ഇതെല്ലാം വിത്ത് പ്രൂഫാണ്, മാർക്ക് ഷീറ്റ് അടക്കമാണ് നമ്മൾ കാണിക്കുന്നത്. 14 മാർക്കാണ് +2 കിട്ടിയത്. അങ്ങനെ കഷ്ടിച്ച് അവർ ഫെയിലായി. അങ്ങനെ കഷ്ടിച്ച് ആ ഒരു മാസത്തെ ക്ലാസ്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, നമ്മുടെ സേ ബാച്ചിൽ അവർ ജോയിൻ ആയി. എന്നിട്ട് കണ്ടോ, ഈ 13ഉം 14ഉം ഒക്കെ, ഒരു കൊല്ലം സ്കൂളിൽ പോയിട്ട് പഠിച്ചത് 13ഉം 14ഉം ഒക്കെ മാർക്കാണ്. 2 കൊല്ലം 13, ഒരു കൊല്ലം സ്കൂളിൽ മാത്സ് പഠിച്ചിട്ട് 13, സ്കൂളിൽ +2 ഒരു കൊല്ലം പഠിച്ചിട്ട് മാത്സിൽ 14. എന്നിട്ട് നമ്മുടെ ബാച്ചിൽ കഷ്ടി ഒരു മാസം വന്നിട്ട് കണ്ടോ, ഇവിടെ 32 തിയറിയിൽ ഡബിൾ പാസിനടുത്ത്, അതും കഷ്ടി ഒരു മാസം കൊണ്ട്. നിങ്ങൾക്ക് ഇനി ഇംപ്രൂവ്മെന്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വരികയാണെങ്കിൽ ഒക്ടോബർ, ഞാൻ അതിന്റെ കാര്യങ്ങളൊക്കെ പറയാം. ഒക്ടോബർ, നവംബർ, ഇപ്പം ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, അതിനകത്ത് 3.5 മാസത്തോളവും സമയം അതിനകത്ത് ഉണ്ടല്ലോ. അതിന്റെ കാര്യങ്ങൾ അപ്ഡേറ്റ് എന്താണെന്നും കൂടി ഞാൻ പറയാം. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് ഈ ഒരു മാസം കൊണ്ട് ഇവർ 32ഉം അതിനപ്പുറമൊക്കെ നേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനപ്പുറം നേടാന്നേ 40-നടുത്ത് വരെ ഒരു മാസം കൊണ്ട് നേടിയിട്ടുണ്ട് നമ്മുടെ ബാച്ചിലൊക്കെ. അതൊക്കെ ഞാൻ കാണിക്കാം. അതുപോലെ ഈ ഒരു കേസ്, ഇവർ ഇന്ന് B.Pharm പഠിച്ചുകൊണ്ടിരിക്കുക, മനസ്സിലായില്ലേ? നിങ്ങളെപ്പോലെ 2 തവണ ഫെയിൽ ആയതാ, നിരാശപ്പെട്ടിരിക്കണ്ട. അവർ എന്നിട്ട് +1 എഴുതി 36, +2 എഴുതി 46, കണ്ടോ, 2 തവണ തോറ്റിട്ടും A+-നടുത്ത് 46. ഒരു 6 മാർക്ക് കൂടി നിങ്ങൾ +2 A+, അതും +2 കെമിസ്ട്രിയിൽ. ഒരുപാട് പേര് ഫെയിലായി വരുന്ന ഒരു സബ്ജക്റ്റ്. അതെന്തുകൊണ്ടാണ്? നമ്മൾ ഇടുന്ന അത്രയ്ക്ക് എഫേർട്ട് ഇട്ടിട്ടാണ്. യൂട്യൂബിലെ ഒരു ക്ലാസ്സുമായിട്ടോ മറ്റ് ക്ലാസ്സുകളുമായിട്ടോ നമ്മുടെ ക്ലാസ്സിനെ കമ്പയർ ചെയ്യരുത് എന്ന് നമ്മൾ പറയാറുണ്ട്. കാരണം അത്രയും എഫേർട്ട് ഇട്ടിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് 2 തവണ ഫെയിലായിട്ടും ഈ റിസൾട്ടുകളൊക്കെ അവർക്ക്, ഈ മാർക്കുകളൊക്കെ അവർക്ക് കിട്ടിയത്. സാധാരണ നന്നായി പഠിക്കുന്നവർക്ക് തന്നെ ഈ മാർക്ക് എത്താറില്ല. പക്ഷെ 2 തവണ ഫെയിൽ ആയവർക്ക് പോലും നമ്മുടെ ബാച്ചിൽ നന്നായി പഠിക്കുന്ന പിള്ളേർക്ക് കിട്ടുന്ന മാർക്ക് കിട്ടി. അപ്പോൾ അത് നമ്മൾ ഇടുന്ന എഫേർട്ട് കൊണ്ട് തന്നെയാണ്.
അതുപോലെ തന്നെ ഈ ഒരു കേസുകളൊക്കെ നിങ്ങൾക്ക് നോക്കാം. ഇവിടെ ഫെയിലായി വന്നിട്ട് 9 മാർക്കാണ് അവർ നിങ്ങളെപ്പോലെ 2 തവണ ഫെയിലായതാണ്. അപ്പം ഫെയിലായ സമയത്ത് 9 മാർക്കും 15 മാർക്കൊക്കെയാണ്. ബയോളജിയിൽ 15, കെമിസ്ട്രിയിൽ 9. പിന്നെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയിട്ട് അവരുടെ മാർക്ക് നോക്കൂ. ഡബിൾ പാസ് അടിച്ചെന്നേ, ഡബിൾ പാസും അല്ല, അത് അപ്പുറവും കടന്നു പോയെന്നേ. 36 പ്ലസ് ടുവിന്, 39 ബയോളജിയിൽ കണ്ടോ, കെമിസ്ട്രിയിൽ 36, 39 ഡബിൾ പാസ്. നിങ്ങൾക്ക് ഒരു പ്ലസ് 1 പ്ലസ് 2 ഒക്കെ എഴുതി ഒറ്റ ഇതിൽ തന്നെ ഡബിൾ പാസ് അടിച്ച എത്രയോ പേര് നമ്മുടെ ബാച്ചിലുണ്ട്. ഇവർ 6 മാർക്കാണ് ഇവരുടെ ടി നോക്കിയാൽ അറിയാം ഫെയിലായ സമയത്ത്. പിന്നെ ബാച്ചിൽ ജോയിൻ ആയപ്പോൾ ടി നോക്കിയ സെക്കൻഡ് ഇയറിൽ 35 മാർക്ക്. അതുപോലെ പ്ലസ് 1 മാത്രം എഴുതിയിട്ട് പ്ലസ് 1 ഇംപ്രൂവ്മെന്റിൽ 36 വാങ്ങിച്ച കേസുകളാണിത്. പ്ലസ് 1 അവർ 2 എഴുതണമായിരുന്നു, പക്ഷെ അവർ ഫോക്കസ് ചെയ്തത് പ്ലസ് 1 ആണ്. അങ്ങനെ 36 വാങ്ങിച്ചു, 31 വാങ്ങിച്ചു, അങ്ങനെ ഒരുപാട് കേസുകൾ ഉണ്ടെന്നേ. ഇത് സേയില് 5 മാർക്ക് വേണ്ടി സാറേ, ഒരു കൊല്ലം പഠിച്ചിട്ട് 5 മാർക്കാണ്. എന്നിട്ട് നമ്മുടെ ബാച്ചിൽ കഷ്ടി അവർ കുറഞ്ഞ സമയം കൊണ്ട് കെമിസ്ട്രി 5 24 ഇത് സേ ബാച്ചാണ്, കഷ്ടി ഒരു മാസത്തെ ക്ലാസ്സുകളുണ്ട്. 6 5-7 കണ്ട് ഈ പയ്യനൊക്കെ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, പഠനം ബുദ്ധിമുട്ടായിരുന്നു. 5-7 കണ്ടായിരുന്നു. എന്നിട്ട് 20, അതുപോലെ 8 മാർക്കായിരുന്നു പ്ലസ് 1-ൽ. അങ്ങനെ 28 വേണമായിരുന്നു. സേക്ക് 28 കിട്ടി. 32 കേസുകൾ ഇവർ 16 മാർക്കുമായിട്ട് ഫെയിൽ ആയിട്ട് സേ ബാച്ചിൽ ജോയിൻ ആയി. ഇവർ രണ്ടും ഫെയിൽ ആയിരുന്നു, കെമിസ്ട്രിയും ഫിസിക്സും. എന്നിട്ട് നോക്കൂ, ഫിസിക്സിൽ 40 അറൗണ്ട് മാർക്ക് ഫെയിൽ ആയവർക്ക് 9, 31, 17, 30 അങ്ങനെ ഒത്തിരി ഞാൻ പറയുന്നില്ല. അപ്പൊ ഇത് SSLC-യിലൊക്കെ മിനിമം A+ ഉള്ള ഒരു പയ്യന് നമ്മുടെ ബാച്ചിൽ അവന്റെ സ്ട്രീമിലെ സബ്ജക്റ്റുകളിലെല്ലാം A+ നേടി എന്നുള്ളതാണ്. SSLC-യിൽ 5 A+, ലാംഗ്വേജ് ഒക്കെ മാറ്റി നിർത്തിയാൽ ഒരു 4 A+ ഉണ്ടായിരുന്നിട്ടും കണ്ടോ, ഫിസിക്സിൽ റീവാലുവേഷൻ കൊടുത്ത് A+ ആയി, കെമിസ്ട്രിയിൽ അറൗണ്ട് ഫുൾ മാർക്ക്, ബയോളജിയിൽ 58, ആകെ 2 മാർക്കേ പോയുള്ളൂ. 4 A+ ഉള്ള എത്ര പേര് ഇപ്പം ഫെയിലായി? അപ്പൊ നിങ്ങൾ ആലോചിക്കുക, അതിനകത്ത് നമ്മൾ കൊടുക്കുന്ന ഒരു എഫേർട്ട് തന്നെയാണ്. ഇവർ മാത്സ് ഇവർ SSLC-ക്ക് മാർക്ക് കുറവായതുകൊണ്ട്, A+ കുറവായതുകൊണ്ട് VHSC എടുത്തിട്ടുണ്ടായിരുന്നു. അവർക്ക് മാത്സ് ഉണ്ടായിരുന്നില്ല അവർ സ്കൂളിൽ. അവർക്ക് ലാബും പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആയിരുന്നു സ്കൂളിൽ. അപ്പോൾ അവർ മാത്സ് പിന്നെ ഇനി ഭാവിയിൽ എന്തെങ്കിലും ആവശ്യം വന്നാലെന്ന് വിചാരിച്ച് അവർക്ക് സ്കൂളിലില്ലെങ്കിലും പുറത്തുനിന്ന് എന്ത് ചെയ്യുക, എവിടെയെങ്കിലും ജോയിൻ ആയി പഠിക്കാം. അങ്ങനെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയി വലിയ സീരിയസ്നെസ് ഒന്നും കൊടുക്കാണ്ട് മാത്സ് കുറഞ്ഞ സമയം കൊണ്ട് പഠിച്ചിട്ട് പോലും 45 കിട്ടിയിട്ടുണ്ട്. മാത്സും സീരിയസ് ആയി പഠിച്ചിരുന്നെങ്കിൽ A+ അല്ല അതിനപ്പുറം നേടിയനെ എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരുപാട് റിസൾട്ടുകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് മുൻ വർഷങ്ങൾ. അപ്പൊ നിങ്ങൾ പേടിക്കേണ്ട, പ്ലസ് 2 ഫെയിൽ ആയി എന്ന് വിചാരിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇനിയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പാസ്സായി എടുക്കാം. നമ്മുടെ ബാച്ചിലൊക്കെ ഇവരൊക്കെ എത്ര പേര് അതിനകത്ത് പാസ്സായി നോക്കൂ. അതും അഡ്ഡപ്പടലം കുറഞ്ഞ മാർക്കിൽ നിന്ന് കൂടിയ കേസുകളാണ് ഞാൻ കാണിച്ചത്. ഇതല്ലാണ്ടെയും ഒരുപാട് കേസുകളുണ്ട്. അപ്പം ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ അതിനകത്ത് പുതുതായി കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. 77 36 70 70 45. കാരണം ഒരുപാട് പേരിലോട്ട് എത്താൻ നിങ്ങളുടെ സഹായം നോക്കുകയാണ്. കാരണം ഒരുപാട് പേര് അതിനകത്ത് സേ ബാച്ചിൽ ജോയിൻ ആ സമയത്ത് ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഫെയിൽ ആകാതെ നിങ്ങൾ രക്ഷപ്പെട്ടേനെ. കാരണം നമ്മളോട് പലരും പറയാറുണ്ട്, സാറേ ആ സമയത്ത് കണ്ടില്ല വീഡിയോ എന്ന്. അപ്പം നിങ്ങൾ ഇതിനകത്ത് വീഡിയോസ് കൂടുതൽ ആളുകളിലോട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക. ഒരുപാട് പേർക്ക് ഇതിനകത്ത് യൂസ്ഫുൾ ആകും എന്നുള്ളതാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഇനി നമ്മുടെ ഒക്ടോബറിൽ നടക്കാൻ സാധ്യത ഉണ്ടോ എന്നതിലോട്ട് ഞാൻ വരാം. അതായത് അതിലോട്ട് വരുമ്പം നിങ്ങൾ നോക്കുക, ഒക്ടോബറിലെ ഇനിയിപ്പം ഓൾറെഡി എന്തിനാ ഇങ്ങോട്ടേക്ക് മാറ്റിയത്? പ്ലസ് 1ഉം പ്ലസ് 2 ഒരുമിച്ചായപ്പം അതുകൊണ്ട് ഒരു ഉപയോഗമില്ലാത്ത ആയിപ്പോയി. പ്ലസ് 1 ഇംപ്രൂവ്മെന്റും പ്ലസ് 2 ഒരുമിച്ചായപ്പോൾ ഒരേ മാർച്ചിൽ തന്നെ എക്സാം നടക്കുന്നു. ഒരു ദിവസം പ്ലസ് 2 എക്സാം, തൊട്ടടുത്ത ദിവസം പ്ലസ് 1 എക്സാം. കുട്ടികൾക്ക് പഠിക്കാനൊന്നും സമയമില്ല, ഒരുപാട് പേര് ഫെയിൽ ആവുന്നു. പിന്നെ ഇത് നടത്തുന്നതിൽ എന്ത് കാര്യമുള്ളത്? അപ്പൊ ഈ പ്ലസ് 1ഉം പ്ലസ് 2 ഒരുമിച്ച് നടത്തുന്നത് വളരെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കുട്ടികൾ ഒരുപാട് പേര് തോൽക്കുകയാണ്, ഒരുപാട് പേരുടെ ഒരു വർഷം നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ ഇത്തരത്തിൽ നിങ്ങൾ രക്ഷിതാക്കൾ എന്ത് ചെയ്യണം, മിനിസ്റ്ററുമായി ബന്ധപ്പെട്ട് ഇക്കാര്യങ്ങളൊക്കെ അവരോട് പറയണം. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം, ഇതിനകത്ത് ഇങ്ങനെ മാറ്റുന്നത്, നേരത്തെ ആക്കുന്നത് തന്നെ ഇപ്പം പ്ലസ് 1-ലെ ഇംപ്രൂവ്മെന്റ്, അതായത് ഫെയിൽ ആയ സ്റ്റുഡൻസിനും അതുപോലെ മാർക്ക് കുറഞ്ഞവർക്കും ഒക്കെ ഒരു രക്ഷയാണ്, ഒരു നല്ലൊരു കാര്യമാണ്. അപ്പം അങ്ങനെ വരുമ്പം ഒക്ടോബറിൽ അത് നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാത്രം, നിങ്ങളും അതിനകത്ത് അതുപോലെ തന്നെ അതിനകത്ത് ബുദ്ധിമുട്ടുന്ന പ്ലസ് 2 ഫെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റുഡൻസ് അല്ലേ നിങ്ങളും അതിനകത്ത്. അപ്പൊ നിങ്ങൾക്കും അതൊരു ബുദ്ധിമുട്ടല്ലേ ഇങ്ങനെ ഒരുമിച്ച് നിങ്ങളുടെ എക്സാം മാത്രം ഒരുമിച്ച് നടത്തിയാൽ? അപ്പൊ അതിൽ എന്തെങ്കിലും ലോജിക് ഉണ്ടോ? നേരെ തിരിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അത് ഒക്ടോബറിൽ വരികയാണ്. അപ്പം ഒക്ടോബറിൽ നിങ്ങൾക്ക് പ്ലസ് 1 മാർക്ക് കുറഞ്ഞവർക്ക് അല്ലെങ്കിൽ മാർക്ക് കൂട്ടാനുള്ളവർക്കൊക്കെ അത് നന്നായി പഠിച്ചിട്ട് പ്ലസ് 1 ഫോക്കസ് ചെയ്ത ആ ഒരു, ഇപ്പോൾ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ 3 മാസത്തോളം ഉണ്ട്. ഒക്ടോബർ ആ ഒരു ലാസ്റ്റ് വീക്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ, വളരെ 3rd വീക്ക് അല്ലെങ്കിൽ 4th വീക്കിലോട്ടൊക്കെ വരുമ്പോഴേ വളരെ ഹെൽപ്ഫുൾ അല്ലേ. നിങ്ങൾക്ക് പ്ലസ് 1 നന്നായി പഠിച്ച് നല്ല മാർക്ക് വാങ്ങിച്ചാൽ ബാക്കി പിന്നെ അതിനനുസരിച്ച് പ്ലസ് 2 നിങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് എഴുതാമല്ലോ. അതിനനുസരിച്ച് പ്ലസ് 2 പ്ലാൻ ചെയ്യാമല്ലോ. മറ്റേത് ഇപ്പോൾ ഒരു പ്ലാനും ഇല്ല. പ്ലസ് 1 പഠിക്കണോ പ്ലസ് 2 പഠിക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ കൺഫ്യൂഷൻ ആകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം ഇങ്ങനെ കുട്ടികളെ ബുദ്ധിമുട്ടിക്കുന്ന അതിനകത്ത് ഒരു ലോജിക്കും ഇല്ല. ഈ പ്ലസ് 1ഉം പ്ലസ് 2 കൂടി ഒരുമിച്ച് വരുമ്പോൾ രണ്ടും അടുത്തടുത്ത ദിവസങ്ങളിൽ എഴുതണം. എത്ര പഠിച്ചാലും പരീക്ഷയുടെ തലേന്നൊക്കെ ഒരുപാട് പേർക്ക് അതിനകത്ത് പലതും മറന്നു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് രണ്ടും എഴുതുക എന്ന് പറഞ്ഞാൽ പലർക്കും ബുദ്ധിമുട്ടാണ്. പലരും ഫെയിൽ ആകാതെ കാരണം തന്നെ ഇങ്ങനെ വെക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് അതിലൊരു ലോജിക്കില്ല. അപ്പം നമ്മൾക്ക് ആലോചിക്കുമ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് ഇതിന്റെ തലപ്പത്തിരിക്കുന്നവർ എന്തായാലും ഈ തരത്തിലൊക്കെ ചിന്തിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കും ഇവരുടെ കൂടെ ഒക്ടോബർ എഴുതാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ അതിനകത്ത് പ്രതീക്ഷിക്കുന്നത്. കാരണം ഒക്ടോബർ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു 3 മാസത്തോളം സമയമുണ്ട്.
+1 നന്നായി പഠിച്ച് മാർക്ക് വാങ്ങിച്ച് പിന്നെ അതിനനുസരിച്ച് നിങ്ങളുടെ +2 കൂടി ഇതിനകത്ത് പിന്നീട് നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി നന്നായിട്ട് തന്നെ ഫോക്കസ് ചെയ്ത് പഠിക്കാവുന്ന ഒരു നല്ലൊരു പ്ലാനാണ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ. അപ്പൊ അതിനെല്ലാം നശിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ ഇനി മാർച്ചിൽ എഴുതാൻ പറ്റൂ എന്ന് വരുമെന്ന് എനിക്ക് അതിനകത്ത് ഒരു ലോജിക്ക് കാണുന്നില്ല. എന്തായാലും നിങ്ങളും അതിനകത്ത് പാരന്റ്സ് വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയൂ. എന്തായാലും അതുമായി ബന്ധപ്പെട്ടൊക്കെ തീരുമാനങ്ങൾ വരുമെന്ന് ഇപ്പോഴും അതിനകത്ത് അപ്ഡേറ്റിലോട്ട് പോകുമ്പം അപ്ഡേറ്റ് അതിനകത്ത് മന്ത്രിതലത്തിൽ ചർച്ചകൾ നടക്കണം, വന്നിട്ടില്ല എന്നാണ്. അപ്പോൾ എന്തായാലും അപ്ഡേറ്റ് വരുന്നവർക്ക് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഒപ്പം നമ്മുടെ കമ്മ്യൂണിറ്റി ഉണ്ട്, അതിലും ജോയിൻ ആയിക്കോളൂ. അതിനകത്ത് ലിങ്ക് കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് അതിനകത്ത് അറിയിക്കും. അപ്പോൾ നിങ്ങൾ അതൊന്നും മറക്കേണ്ട. കമ്മ്യൂണിറ്റി ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ വെക്കാം. ഇനി റീവാലുവേഷൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് പലരും ചോദിച്ച കാര്യം, റീവാലുവേഷന് കഴിഞ്ഞ വർഷം 18 ജൂലൈ 18 റിസൾട്ട് വന്നത്. എന്നിട്ട് പക്ഷേ റീവാലുവേഷന്റെ റിസൾട്ട് അറൗണ്ട് വന്നത് 26 ഓഗസ്റ്റ് 26 അതായത് ഏകദേശം ഒരു 39 ദിവസമല്ലേ അപ്പം അതിനകത്ത് വരുന്നത്. അതെ, 39ഓളം ദിവസമാണ് വരുന്നത്. അപ്പം അറൗണ്ട് ഇനിയിപ്പം എക്സാമിന്റെ റിസൾട്ട് നമ്മുടെ 25 വന്നതുകൊണ്ട് ഇനിയിപ്പം അത് ജൂലൈ 25 ഇത്തവണ വന്നത്. കഴിഞ്ഞ തവണ 18 വന്നിരുന്നു. എന്നിട്ട് ഇതിനകത്ത് ഓഗസ്റ്റ് 26 റിസൾട്ട് വന്നത്. അപ്പൊ ഇത്തവണ 25 ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ജൂലൈ 25 എന്നുള്ളത് ഇനി റിസൾട്ട് ഒരു മാസം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഓഗസ്റ്റ് 25 അതിനകത്ത് പ്രതീക്ഷിക്കാം. ഇപ്പൊ അതിന്റെ അപ്ഡേറ്റ് കാര്യങ്ങൾ പറയാനായിട്ടില്ല. അപ്പൊ എന്തായാലും അതിന്റെ അപ്ഡേറ്റും കൃത്യമായ അപ്ഡേറ്റ് എപ്പോഴാണ് വരുന്നത് നമ്മുടെ ചാനൽ വഴി അറിയിക്കും. അപ്പം എന്തായാലും ഒരു മാസം, ഒരു 3 to 4 വീക്സ് മിനിമം അതിനകത്ത് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതാണ്. എന്തായാലും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് കാര്യങ്ങൾ അതെല്ലാമാണ്. അപ്പോൾ നിങ്ങൾ ബാച്ചിൽ ജോയിൻ ആകാൻ നമ്മുടെ ക്ലാസ് ജസ്റ്റ് സ്റ്റാർട്ടായി. അപ്പോൾ അതുകൊണ്ട് ജോയിൻ ആകണം എന്നുള്ളവർക്ക് വാട്സാപ്പിൽ ഈ നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ എല്ലാ കാര്യങ്ങളും അറിയിക്കും. നിങ്ങൾ പേടിക്കേണ്ട. 77 36 70 70 45 അപ്പോൾ ഡെമോ ക്ലാസ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് കൊള്ളാം, നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ജോയിൻ ആയാൽ മതി. അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി പെട്ടു പോകണ്ട എന്നുള്ളതാണ്. അപ്പോൾ ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.